ഹലോ, അസ്സാം വലൈക്കും. ജുമിസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ലെങ്ത്ത് കൂടുതലാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണ പരിപാടിയും മാത്രമേ ഇന്നത്തെ വ്ളോഗിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെള്ളപ്പത്തിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ തലേന്ന് രാത്രി പച്ചരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മൂടിൻ്റെ മുകളിൽ തട്ടി താനേ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മൊത്തത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫാമോളും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും എല്ലാ പണിയിലും അവളുണ്ടാവും. അവളൊന്ന് കൈവച്ചില്ലെങ്കിൽ അവൾക്കൊരു സമാധാനക്കേടാണ്. പിന്നെ എന്തിനും നമ്മളെ വയ്യേക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വെള്ളപ്പം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 8 പോലെ ചുട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് വട്ടം കറക്കി കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് അടച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെള്ളപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ വക കടല റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉണ്ട് കേട്ടോ. അപ്പം വാച്ചി അടുക്കളയിൽ കയറിയുണ്ട്. ഷഡ്ഡപ്പോട്ടോ എന്ന് വാച്ചിൻ്റെ പരിപാടികളെല്ലാം തീരും. എന്ത് വെക്കാൻ കയറിയുണ്ടെങ്കിലും വാച്ചിൻ്റെ പണി പെട്ടെന്ന് തീരും. നമ്മളത് വരെ തുടങ്ങിയതോ കഴിഞ്ഞതോ ഒന്നും ഉണ്ടാവില്ല. കാരണം വാച്ചിൻ്റെ പരിപാടി എങ്ങനെയാണോ വാച്ചി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമാവും. കാരണം വാച്ചിൻ്റെ പണി പെട്ടെന്ന് തീർക്കാൻ നമുക്ക് അടുക്കളയിൽ നിന്ന് വേഗം കഴിച്ചില്ലാവാം. അപ്പോൾ ഇതായത് കണ്ടില്ലേ, അവളുടെ കൂടാരത്തുനിന്ന് തിന്നുകയാണ്. അപ്പോൾ അതിൽ വെച്ച് കൊടുത്തിക്കുകയാണ്. പിന്നെ ഒന്ന് നോക്കുകയാണ്. ഞാൻ അവൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവൾ കണ്ടപ്പോൾ എന്നെ നോക്കണം, എന്നെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തിന്നുന്ന കാണിച്ചു ഭയങ്കര മടിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്തില്ലെങ്കിൽ തീരെ പള്ളിയിലേക്ക് എത്തൂല. ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. പക്ഷേ നമ്മൾ ആരെന്ത് പണിയെടുക്കാനും നമ്മളെ വയ്യ കോളുണ്ടാവും. ഉമ്മച്ചി അടുപ്പത്ത് ചോറ് വെക്കാനോ കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ ആയിട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ അവൾക്ക് കഴുകി കടത്തണം. അതുകൊണ്ട് വാച്ചി കൊത്താൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങണമെങ്കിൽ അവൾക്ക് അതിൻ്റെ വയ്യേക്ക് വാച്ചിൻ്റെ വയ്യേക്ക് തന്നെ അവൾക്ക് ഇറങ്ങണം. അതുപോലെ ഞാൻ എന്തെങ്കിലും അകത്ത് പണിയെടുക്കണമെങ്കിൽ അവൾക്ക് അതിലും കൂടണം. അങ്ങനെ എല്ലാത്തിലും അവളുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര മടിയാണ്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും കൊടുക്കാൻ പോണ നമുക്ക് വരെ മടുപ്പ് തോന്നിപ്പോവും. അപ്പം അത്രയും മടിയാണ് കഴിക്കാൻ. ചില നേരത്ത് കുറച്ചൊക്കെ അവൾ തന്നെ വാരി തിന്നും. പക്ഷേങ്കിലും അവളുടെ വയ്യേക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കണം. ഇവിടെ വാച്ചിയാണ് അങ്ങനെ ശീലിപ്പിച്ചത് കേട്ടോ. അവളെ വയ്യേക്ക് ഇങ്ങനെ നടക്കണം വാച്ചി. എന്നെ അതിന് കിട്ടില്ല എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ വയ്യേക്ക് അങ്ങനെ കളിക്കില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് കൊടുക്കാനേ ശ്രമിക്കാറുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ തീറ്റി തുടങ്ങുകയാണ്. അപ്പം ഞാൻ 2 വെള്ളപ്പവും കുറച്ച് കടല റോസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഉമ്മച്ചി കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി വന്ന കടല റോസ്റ്റ് ഞാനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക്, ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിച്ചതിന് ശേഷം വേഗം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അടുക്കള വൃത്തിയാകുമല്ലോ. നമ്മൾ തിന്നുന്ന സാധനം ബാക്കിയുണ്ടെങ്കിൽ വേഗം ചെറിയ പാത്രത്തിലേക്കാക്കി അടച്ച് വെക്കുക. അങ്ങനെ ആകുമ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ഒതുക്കം തോന്നും. അങ്ങനെ കടല റോസ്റ്റൊക്കെ പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുക. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ രാവിലെ വെച്ച ഭക്ഷണത്തിൻ്റെ അപ്പോൾ കഴിച്ചതിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു സമാധാനമാണ്. ഇങ്ങനെ നിറഞ്ഞു കിടക്കില്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇന്ന് ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് മോളും വാച്ചിയും. അപ്പോൾ വാച്ചി ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാച്ചി വെക്കുമായിരിക്കുന്നു. പക്ഷെങ്കിൽ പണി കിട്ടി, എന്നോട് പറഞ്ഞു വെക്കാൻ. അപ്പോൾ ഉമ്മച്ചിക്ക് ഇവിടെ വയ്യ. അപ്പോൾ ഉമ്മച്ചിക്ക് ഊരൊക്കെ ചെറിയൊരു കെട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഉമ്മച്ചി അടുക്കളയിലേക്ക് വരാൻ പറ്റില്ല. ഉമ്മച്ചീനോട്
നീണ്ട് നിവർന്ന് മലന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഉമ്മച്ചിനെ ഒരു കാര്യത്തിലും ഞങ്ങൾ രണ്ടാളും അടുക്കളയിലേക്ക് അടുപ്പിക്കാറില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്ത് അടുക്കളയിലേക്ക് വിളിക്കുന്നല്ലാതെ വേറൊരു കാര്യത്തിനും. പിന്നെ എനിക്ക് കുറഞ്ഞ് ഭക്ഷണം വെക്കണ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ഡൗട്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉമ്മച്ചിനെ വിളിക്കും. അതുപോലെ ഉമ്മച്ചിനോട് പോയി ഡൗട്ടൊക്കെ ചോദിക്കും. എന്നാലും ഒരുവിധം എണീക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും വാച്ചിയാണ് വെക്കാറുള്ളത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു വാച്ചി വെക്കുമായിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാ വെച്ചതെന്ന്. പകുതി പണിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പണിയും വാച്ച് തന്നെയാണ് ചെയ്ത് തന്നതും വെച്ചതും ആക്കിയതും എല്ലാം വാച്ച് തന്നെയാണ്. പക്ഷേങ്കിൽ എന്നോട് ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഇനി എന്നെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി. പിന്നെ എന്തെടുക്കണം, എന്ത് തുടങ്ങണം, എന്ത് അവസാനിപ്പിക്കണം ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വാച്ചിയും മോളോടി ഇവിടെ ഭയങ്കരമായിട്ട് ഉള്ളി അരിഞ്ഞിടുന്ന തിരക്കിലാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഈ കെട്ടുള്ള കാരണം ഉമ്മച്ചിക്ക് തീരെ ഇറച്ചി, മീൻ അത് പോണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. പഥ്യമുണ്ട്. അപ്പോൾ അത് പോണോ ഉമ്മച്ചിക്കുള്ള പച്ചക്കറി ബിരിയാണിയും എനിക്കുള്ള ചിക്കൻ ബിരിയാണിയും ഇവിടെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ വാച്ചി. അപ്പോൾ 2 പേർക്കും തിന്നാൻ തക്കത്തോണാണ് വാച്ചി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. പച്ചക്കറി മുറിച്ചിട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉമ്മച്ചിക്ക് എന്തെങ്കിലും പച്ചക്കറി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പക്ഷേങ്കിൽ എനിക്കത് അത്ര ഓടിയില്ല. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി പൊരിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ നോക്കിയത്. ചോറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട, പിന്നെ തക്കോലം ഇടാൻ എന്നോട് വിട്ടുപോയിരുന്നു. പിന്നെ വാച്ചി മസാലയിൽ ഇട്ടപ്പാണ് എന്നോട് ചോദിച്ചത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഓട്സ് ഉണ്ടാക്കിനും ഉമ്മച്ചിക്ക് ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾക്ക് സാധാരണ കഞ്ഞിയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓട്സ് വെക്കുന്ന കാരണം രണ്ടാൾക്കൂടി അതാണ് വെക്കാറുള്ളത്. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല റെഡിയാക്കണം. അപ്പോൾ ആദ്യം നെയ്യാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട, തക്കോലം എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഏലക്കായ ഇട്ട് പൊട്ടണ കേട്ടോ കാണുന്നത്. അപ്പോൾ അത് ആയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി വഴറ്റുക. ഞങ്ങളിവിടെ സാധാരണ ഒരു ബിരിയാണി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചത് എടുത്ത് ഇതിലേക്ക് ഇടുക. ഇവിടെ മിക്സി കേടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ചിക്കല്ലില്ലേ അതിൽ കുത്തിയിടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടത് കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട തക്കാളി കൂടി ഇടുക. 1 കിലോ ചോറിലേക്ക് വേണ്ടിയ മസാലയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത്. തക്കാളി ഇടുന്ന കൂട്ടത്തിലേക്ക് തന്നെ കറിവേപ്പില, മല്ലിച്ചപ്പൂ, പുതിന ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ ഫാമോൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഇളക്കുന്ന കണ്ട് മുപ്പത്തിയാറ് വന്ന് ഇളക്കാൻ വേണ്ടി കച്ചറ ഉണ്ടാക്കുകയാണ്, കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എന്നോട് പറയാം ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യത്തിന് ഇടാൻ വേണ്ടി വാച്ചി പറയുന്നത് കേട്ടിട്ട് ഓൾ പറയാണ് ഉപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ പൊരിച്ചതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പറയാൻ മറന്നുപോയത് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ജീരകമാണ്. ജീരകം ഇട്ടതിന് ശേഷം അങ്ങനെ 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് പോണം മുളക് പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്.
അങ്ങനെ അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലയിൽ നിന്ന് തന്നെയാണ് ഉമ്മച്ചിക്ക് വേണ്ടി പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കണതിലേക്ക് കുറച്ച് ഗ്രേവി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടും ചോറും മസാലയൊക്കെ ഒപ്പരം തന്നെയാണ് ഉണ്ടാക്കിയത്, സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതിന് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 കിലോ കോഴിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടൊന്നുമില്ല, പൊരിച്ചാണ് വെക്കുന്നത്, അതിനെക്കൊണ്ട് വേഗം തീരും. അപ്പോൾ സാധാരണ പച്ചയിൽ ഇടുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ചോറെടുത്ത് ഇതിൻ്റെ മേലേക്ക് ദമ്മിടുകയാണ്. ഇപ്പോൾ ചെറിയ പാത്രമാണ് ഈ കൈകൊണ്ടൊക്കെ ഇളക്കി കളിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ, തക്കോലം എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു തുള്ളി വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി അരിഞ്ഞു വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ഏകദേശം കുറച്ച് മൂപ്പാകുന്നത് വരേക്കും ഇളക്കി കൊടുത്താൽ മതി. മുഴുവനായിട്ട് നമുക്ക് അത്ര വേവിച്ചെടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ആ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇത് മുഴുവനായിട്ട് വാടാൻ നിൽക്കരുത്. ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടുപ്പത്ത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം ഒരേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വലിയ ജീരകമാണ്. വലിയ ജീരകവും പിന്നെ തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോയാബീൻ പൊരിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചോറുകൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ, അതൊന്നും എടുക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തോ ഒരു തിരക്കിലായിപ്പോയി. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് സുർക്ക, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ്. വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൂറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു മുറി നാരങ്ങൻ്റെ നീരൂറ്റിച്ച് കൊടുത്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ വേഗം തൈര് ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാരറ്റും, പിന്നെ ഒരു വലിയുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഇതെല്ലാം മുറിച്ചിട്ടതിന് ശേഷം നമ്മുടെ തൈരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ തൈര്, ചമ്മന്തി, പിന്നെ അച്ചാർ നേരത്തെ ഇവിടെ വാച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി അടുക്കള ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, അടുക്കള ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെ വാച്ച് കൂടിയാൽ പെട്ടെന്ന് പരിപാടികളൊക്കെ വേഗം തീരും. അതിനെക്കൊണ്ട് തന്നെ യാതൊരു വിഷമവുമില്ല. അങ്ങനെ നമ്മുടെ അടുക്കളൊക്കെ ഇവിടെ വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഫാമോൾ ഇവിടെ കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. പാവത്തി അവൾക്ക് തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കാം. അങ്ങനെ ഇതാണ് പച്ചക്കറി ബിരിയാണി. ഇത് ഉമ്മച്ചിക്ക് വിളമ്പി വെച്ചതാണ്. തൈര്, ചമ്മന്തി, ചിക്കൻ ബിരിയാണി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാച്ചും കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.